ഗദ്ദാമ വയസ്സ് തന്നെ എൻ്റെയും. മുമ്പ് 5-6 കൊല്ലം ഉണ്ടായിരുന്നു ഇവിടെ. പണിയെടുത്ത് എല്ലും നടു ഇടിഞ്ഞപ്പോൾ ഒക്കെ മതിയാക്കി പോയതാ. എന്നിട്ടെന്താ, നാട്ടിലെ ദുരിതവും കഷ്ടപ്പാടും തീരണ്ടേ, പിന്നെയും പോന്നു. കേൾക്കണവർക്കൊക്കെ എന്താ രസം. ഗൾഫുകാരത്തിയല്ലേ. എന്താ നിങ്ങളെ പേര്? അശ്വതി. അറബീൻ്റെ വീട്ടിൽ ചെന്നാ ഓല് പേര് മാറ്റും. ഓലുക്ക് തോന്നിയത് വിളിക്കും, ഇല്ലെങ്കിൽ ഗദ്ദാമാന്ന്. എവിടെയാ നാട്ടില്? പട്ടാമ്പി എടുത്താ. ഞാൻ കൊണ്ടോട്ടിയില് മൈമനത്ത്. എപ്പ എത്തി നിങ്ങള്? രാവിലെ. വരൂന്ന് സ്പോൺസർക്ക് അറിയൂലേ? പ്ലെയിൻ കയറുന്നതിന് മുമ്പ് വിസ അയച്ചെന്ന് ഉസ്മാൻ ഫോൺ ചെയ്തിരുന്നു. അയാള് സ്പോൺസറും എയർപോർട്ടിൽ വരുന്നാ പറഞ്ഞത്. വരും. സ്പോൺസർക്ക് തോന്നണ നേരത്തെ വരും. ചിലപ്പോ 1-2 ദിവസം അങ്ങനെ കുത്തിരിക്കേണ്ടിയും വരും. ഇവിടെ അങ്ങനെയൊക്കെയാണ്. നിന്റെ സ്പോൺസർ എപ്പോഴാ വരാന്ന് റബ്ബിനറിയാം. വരി, അവിടെ ഇരിക്കാം നമുക്ക്. ഓലും ഗദ്ദാമമാര് തന്നെ, പല രാജ്യക്കാര്. ഇനി ഇപ്പൊ നിങ്ങളും ഞമ്മളെ കൂട്ടത്തിലൊരാള്. എന്തേ? എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ഈ വേഷത്തിൽ പെണ്ണുങ്ങൾക്ക് സൗദിയിൽ നടക്കാൻ കഴിയൂല. മുസ്ലിമീങ്ങളായാലും തല മൂടണം. അത് ഇവിടുത്തെ നിയമാ. ഇതിട്ട തലയില് ആ പൊട്ടും വായിച്ചാളി. തിരക്ക് പിടിച്ചൊരു ഊഹത്തിലെത്തണ്ട. നന്നായി നോക്കിക്കോളി. റിയാദിൽ നിന്ന് ദമാമിലേക്കുള്ള റോഡുമെന്ന് ബോഡി കിട്ടിയെന്നാണ് പോലീസിന്റെ റെക്കോർഡ്സിൽ. പാസ്പോർട്ടും ഇക്കാമയോ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങാനും മേൽവിലാസം കണ്ടുപിടിക്കാൻ പറ്റിയ ബോഡി നാട്ടിലെത്തിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കായിരുന്നു. ഇപ്പൊ ഒരു 2-3 മാസമായിട്ടുണ്ടാവും അല്ലേ? ഉണ്ടാവും. ഇടത് കൈത്തണ്ടമ്മില് രാംന്ന് ഹിന്ദിയിൽ പച്ചകുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാവും ഇന്ത്യക്കാരനാണെന്ന് ഉറപ്പിച്ചത്. ബംഗാളിയോ UP-യോ ബീഹാറിയോ ആരായാലും ആളറിയാണ്ട് മരിച്ച ഇവിടെ ഒരു ഒറ്റ പേരാ, അൺനോൺ ഇന്ത്യൻ. ഫോട്ടോ കണ്ടപ്പോ ഒരു സംശയം ഉണ്ടായിരുന്നത് നേരാ. എനിക്കറിയാവുന്ന ആൾക്ക് മൂക്കിന്റെ താഴെ വലിയൊരു അരിമ്പാറയുണ്ട്. ഇതിനതില്ല. ഒരു അരിമ്പാറയിൽ കടിച്ചു തൂങ്ങണോ? ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയിട്ട്. ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയാ ഇല്ലാത്ത അരിമ്പാറ ഉണ്ടാവും പോണ്ടോ? റസാക്കാക്ക് സ്വന്തമായിട്ട് കടയും കച്ചവടമൊക്കെ ഉള്ളതല്ലേ? കാൽ കാശിന് ഉപകാരമില്ലാത്ത ഇതുപോലുള്ള കാര്യങ്ങളുടെ പുറകെ നടന്ന് വെറുതെ സമയം കളയണം. ഇനിയിപ്പോൾ ആരും അന്വേഷിച്ച് വന്നില്ലെങ്കിൽ ആശുപത്രിക്കാരെ അടക്കിക്കോളും. ശരിയാ. പക്ഷെ ഏതൊക്കെയോ നാട്ടില് ഇവരുടെ ഒരു വിളിയും അയക്കുന്ന പൈസയും കാത്തിരിക്കുന്ന കുടുംബക്കാരുണ്ടാവും. 3-4 തവണ അത് മുടങ്ങുമ്പോൾ കുടുംബത്തെ മറന്ന് ഗൾഫിൽ സുഖിച്ച് ജീവിക്കുകയെന്ന് അവരിവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ആ ശാപത്തിൽ നിന്ന് മരിച്ചവരുടെ ആത്മാക്കളെങ്കിലും രക്ഷപ്പെട്ടോട്ടെ രമേശ. ഒന്ന് വേഗം വാ. റസാക്കാട് പുറകർന്നിട്ട് എന്റെ ജോലി കളയാൻ പറ്റിയല്ല. കമ്പനിയിൽ നിന്ന് 2 പ്രാവശ്യം കോള് വന്നു. അടുത്ത ലോഡ് ഡെലിവറി ചെയ്യാറായി. എന്തായി? ആരുടെ ബോഡിയെന്ന് അറിഞ്ഞോ? ഒരു അരിമ്പാറയുടെ കുറവ്. ഫോട്ടോ കണ്ട് അറിയാമെന്ന് പറഞ്ഞു വന്ന ആള് ആ അരിമ്പാറയുടെ മോളിൽ നിന്ന് പിടിവിടുന്നില്ല. അകത്ത് വെച്ച് അറിയില്ല എന്ന് പറഞ്ഞെങ്കിലും
നിങ്ങളുടെ മുഖത്തൊരു സംശയം ഞാൻ കണ്ടു. അപ്പൊ ആളത് തന്നെയാണല്ലോ അല്ലേ? ചത്തോന ആരായാലും എനിക്കെന്താ? ദമാമിന്ന് റിയാദ് വരെയുള്ള ടാക്സി കൂലി അയാൾ തരുമോ? ഉറുപ്പിയ 150. അത് റസാക്ക് തരണം. 150 റിയാലോ? ടാക്സി എന്റെ സ്വന്തം അല്ലല്ലോ റസാക്കെ. നിങ്ങൾ തന്ന ഫോട്ടോ അല്ലേ അകത്ത് കിടക്കുന്ന ഡെഡ് ബോഡിന്റെ? അതെന്റെ കയ്യിലുണ്ട്. ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ ഞാൻ റസാക്കിനെ വിളിക്കാം. ശരി എന്നാ. ഇപ്പൊ എന്തോയി? 150 റിയാല് പോയപ്പോ സമാനമല്ലോ. സാരമില്ല വർഗീസേ, കാശല്ലേ അത് ഇനിയും ഉണ്ടാവും. ആ ഉവ്വ, അതുണ്ടാക്കാൻ അറിയാവുന്നവർക്ക്. എന്റെ റസാക്ക, നാട്ടിൽ നിന്ന് കുറ്റിയും പറിച്ച് നമ്മളിവിടെ വന്ന് കഷ്ടപ്പെടുന്നതേ 4 ചക്രം ഉണ്ടാക്കാനാ. സ്വന്തം കുടുംബക്കാർക്ക് കൊടുക്കേണ്ട കാശ് വെറുതെ നാട്ടുകാർക്ക് കൊടുക്കണോ? അറിയില്ല വർഗീസേ, ഞാനും എൻ്റെ വീടും എൻ്റെ ബാങ്ക് അക്കൗണ്ടും എന്ന മട്ടിൽ ജീവിക്കണതിൽ എന്താ ഇത്ര സുഖം മനസ്സിലാവണില്ല. ഓ, ഞാൻ നിർത്തി. നന്നാകുകയല്ലെന്ന് സ്വയം തീരുമാനിച്ചിറങ്ങിയിരിക്കുകയല്ലേ. അല്ലോ, അച്ഛന് വന്ന് ഉമ്മയെന്ന് നാട്ടിലേക്ക് മടങ്ങുക, ഞാനത് വിട്ടു. ഹലോ ദേ ഇക്ക, രാവിലെ മുതൽ പെട്ടിയും പാക്ക് ചെയ്ത് കാത്തിരിക്കണതാ ഉമ്മ. ഇങ്ങളെ കാണാണ്ട് ഒരു ഇരിക്കപ്പുറതിയില്ല. ഇനി ഇത് എപ്പോഴാ വീട്ടിലേക്ക് വരുന്നത്? എന്നത്തെയും പോലെ ലാസ്റ്റ് മിനിറ്റിൽ ഓടിപ്പറഞ്ഞ് എത്താന്ന ഇന്നും പരിപാടി? ഞാൻ വന്നോണ്ടിരിക്കാ സെറീന, നീ ഉമ്മയോട് ബേജാറാവാണ്ടിരിക്കാൻ പറ. സലീം അങ്ങോട്ട് പോന്നിട്ടുണ്ട്, ഇപ്പൊ എത്തും. വേഗം വാ. ഈ എങ്ങത്താ രസാക്കോ? ഇവിടെ വടക്കേലെ കുഞ്ഞോദീന്റെ ഭാര്യ ഒരു മൊസല്ല വേണോന്ന് പറഞ്ഞിനി. ഞാനത് മറന്ന്. അതും 3-4 ദസ്വിയും വരുമ്പോ വാങ്ങണം കേട്ടാ. പൈക്കാത്ത കുറച്ച് ഈന്തപ്പയവും സൗദിന്ന് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് ജമീലത്തത്ത ഇന്നും വിളിച്ചു പറഞ്ഞേക്കണ്. ശരി ഉമ്മ, വാങ്ങാം. ആ, വിമാനത്താവളത്തിൽ പോകാൻ നേരാവണമെന്ന് നോക്കി നിക്കണ്ട. ഇത്തിരി വേഗം വന്നേക്ക്. ഉമ്മാക്ക് അന്നയും കണ്ട് എന്റെ ശബ്ദവും കേട്ട് കുറച്ചേരം കൂടെ ഇവിടെ ഇരിക്കല്ല. ഇതാ എത്തിപ്പോയി ഉമ്മ, ഇപ്പൊ വരാം. വർഗീസേ, നമുക്ക് ഫ്രൈഡേ മാർക്കറ്റ് വഴി ഒന്ന് കറങ്ങാം. ഹലോ, എവിടെ? ഏത് സൈറ്റില്? ആ ഞാൻ ഇപ്പൊ വരാം, ഉടനെ എത്താം. വർഗീസേ, ഫ്രൈഡേ മാർക്കറ്റ് പോകാൻ വരട്ടെ. നേരെ സനായിക്ക് വിട്ടോ. അതെന്നെതിനാ? അവിടുത്തെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു ആക്സിഡന്റ് നടന്നേക്കണ്. ഒരാൾക്ക് വളരെ സീരിയസ് ആണെന്ന്. അവിടെ ഒന്ന് തല കാണിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. അല്ല, അത് പിന്നെ സമയം തോനെ ഉണ്ടോ? എന്താ വല? കുടുങ്ങിന്ന് പറഞ്ഞാ മതിയല്ലോ റസാക്ക. ഇക്കാലത്ത് മനുഷ്യന്മാർക്ക് ഉപകാരം ചെയ്യാൻ നിന്ന് നമ്മുടെ തലപ്പെടും. എന്താ പറ്റിയത്? ലാഡറിന്ന് വീണതാ. എല്ലാരും കൂടി എന്നെ ഇവിടെ കൊല്ലു. എനിക്ക് സഹിക്കാൻ പറ്റുന്നല്ലോ. ഇയാളെ ഇവിടെ ഇങ്ങനെ കിടത്താതെ വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ നോക്ക്. അതിന് ഇയാളുടെ കയ്യിൽ ഒരു രേഖയില്ല. കൂടെ പോയാൽ ഞങ്ങൾ കൊടുക്കും. റസാക്കയാവുമ്പോ ആശുപത്രിയിലും പോലീസിലും ഒക്കെ നല്ല പരിചയല്ലേ. പിന്നെ റസാക്ക വെറുതെ എന്റെ പുറകെ ഓടാൻ പോലെ ഞങ്ങൾ അത്യാവശ്യമായിട്ട് എയർപോർട്ട് വരെ പോവാ. റസാക്ക വന്നേ. രേഖകളൊന്നും ഇല്ലാതെ ഇയാൾ എങ്ങനെയാ ഇവിടെ എത്തിയത്? ഒരു ഉപകാരം ചെയ്ത റസാക്ക. ഇവിടെ പണിക്ക് ആളുകൾ തികയാണ്ട് വരുമ്പോ പുറത്തുനിന്ന് അങ്ങനെ എടുക്കാറുണ്ട്. പാസ്പോർട്ട് ഇക്കാമയൊന്നും ഇല്ലാതെ ഇയാൾ പണിക്ക് വന്നപ്പോ എങ്ങനെയും ജീവിച്ചു പോട്ടെന്ന് കരുതി കൂട്ടത്തിൽ ചേർത്തോ. മോള് കയറിയെങ്കിൽ തലയിട്ടെന്ന് ഞാൻ പറഞ്ഞതാ സാറേ. ഒരു കേട്ടില്ല. എന്താ ഇയാളുടെ പേര്? ചാന്ത് ഭാഷ. ഇന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുവല്ലോ സാറന്മാരെ. റസാക്ക ഇതിന്റെ പുറകെ ചുറ്റിത്തിരിയാൻ നിന്ന ഉമ്മ വർത്താനം പറഞ്ഞു നിൽക്കാതെ പിടിക്ക് വർഗീസേ. പക്കടോ പക്കടോ. എക്സ്റേ സ്കാനിംഗ് ഒക്കെ എടുക്കേണ്ടി വരും. നടുവൊടിഞ്ഞ കേസാ. റസാക്കയുടെ ഒരു കാര്യം.